സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നോർമലി കൊറോണ ടൈമിലാണ് നമ്മുടെ കഴിവുകളെയൊക്കെ നമ്മൾ പുറത്തെടുക്കുന്നത്. അപ്പം അങ്ങനെ എൻ്റെ കഴിവിനെ ഞാൻ പുറത്തെടുത്ത് തരുന്നു ഈ കാണുന്നത്. അപ്പം ഇത് ഫുള്ള് ഡാമേജ് ആയി, മൊത്തം അത് പോയി. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിതൊക്കെ തൂത്ത് കളഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരു പുതിയ പടം വരയ്ക്കാന്ന്. അപ്പം നമുക്കിത് മായ്ച്ചളയാം. അപ്പം നമ്മളിതൊരു കപ്പും ചകിരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കലക്കി മുക്കിയൊന്ന് സെറ്റിട്ടുണ്ട്. പോകാൻ കുറച്ച് പാടാണ്, പക്ഷെ നമുക്ക് എങ്ങനെയും ഇത് കളഞ്ഞേ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ ചകിരി ഉപയോഗിച്ച് തൂത്ത് കളയണം. അപ്പം ഞാൻ വിചാരിച്ചത് കംപ്ലീറ്റ്ലി പോകുന്നു, പക്ഷെ അങ്ങനെ പോകത്തില്ല. ഇത് ഒന്നും പോയിട്ടില്ല. കുറേ നേരം അത് കഴുകിയിട്ടൊന്നും അത് പോകുന്നില്ലായിരുന്നു. ഞാൻ പണ്ട് ഇതുപോലെ ഒരു നെയ്മറിനെ വരച്ചിട്ട് അത് നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് മായ്ച്ചു കളഞ്ഞത്. അപ്പം ആ ഫുള്ള് പുട്ടി ചെയ്താണ് ഇങ്ങനെ ഇളകിപ്പോയത്. വെള്ളം ഒഴിച്ചപ്പം വിന്റേജ് പടം പോലെ ഇരിക്കുന്നു. പോകുന്നില്ല. പോസ്റ്റർ കളർ അടിച്ച, പക്ഷെ പോകണ്ടാണ്. പക്ഷെ പോകുന്നില്ല. കണ്ടതിന് വേണ്ടിയിട്ട് മായ്ച്ചും പോയി. പണ്ടാരം പിറ്റേന്നും പോകുന്നുമില്ല. ഞാൻ ഇടുകേടാ. ചുമ്മാ ഒരു രസത്തിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പറഞ്ഞാല്. പക്ഷെ മായ്ക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ ഒരു രസത്തിന് അങ്ങ് മായ്ച്ചാണ്. ബാക്കി മായുന്നില്ല. പോകണ്ടാണ്. ഇത് കണ്ടു പച്ചടിച്ച് വെച്ചോന്ന് ഇരിക്കുക. എന്താ പോവാതെ? സ്റ്റീൽ ഉപയോഗിച്ചാൽ ഫുള്ള് പെയിൻറ്റ്സ് ആയാലും പോകും. അതുകൊണ്ട് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കഴുകുകയാണ്. നമ്മൾ ഒരു പഴയ തുണിയൊക്കെ വെച്ചിട്ട് തൂത്തു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പിന്നെ ഒരു അബദ്ധം പറ്റി. വെള്ളം കോരി ഒഴിച്ചപ്പോഴത്തേക്കും ആ കാണുന്ന ആ സ്വിച്ചിലോട്ട് വീണ് വെള്ളം. അപ്പം അത്തേര് ഓൾറെഡി കറണ്ടുണ്ടെന്നൊരു തോന്നൽ. എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു പഴയ തുണിയാണ്, അതുകൊണ്ട് എടുത്ത് വെച്ച് നോക്കിയപ്പം കറണ്ട് ഇല്ലായിരുന്നു. അപ്പം ഞാൻ ബെല്ലയിൽ കറണ്ട് ഉണ്ടോ നോക്കാണ്ട് ബെല്ലടിച്ച് നോക്കിയപ്പം മറ്റേ നേരത്തടിച്ചു. അങ്ങനെ ഒരു അബദ്ധം പറ്റി. അബദ്ധമെന്ന് പറയുന്നില്ല, പറ്റീനെ പറഞ്ഞത്. കാരണം എന്ത് പറ്റിയാലും അബദ്ധമാണ്. അങ്ങനെ ഫുള്ള് കഴുകിയെടുത്തു. വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കൊച്ചിൻ്റെ കരച്ചിൽ, വണ്ടിയുടെ സൗണ്ട്, ആൾക്കാരുടെ സൗണ്ട്, എനിക്ക് പൊന്നു. അങ്ങനെ ഇതിന് തൂത്തുകൊണ്ടിരുന്നാൽ നാളെ നേരം വെളുക്കും. അതുകൊണ്ട് ആ പരിപാടി അങ്ങ് നിർത്തിയിട്ട് നമ്മൾ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. കുറേ നേരമായിട്ട് കണ്ണും പിരികൊക്കെ തുടച്ചിട്ടും പോകാത്ത എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മളത് മാർക്കർ കൊണ്ടാണ് വരച്ചിരുന്നത്. കാരണം പെൻസിൽ കൊണ്ട് വരച്ചിട്ട് കളർ അടിക്കുമ്പോഴത്തേക്കിനും ഈ പെൻസിലിൻ്റെ അത് കാണത്തില്ല. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടത്തില്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് മാർക്കർ കൊണ്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് വരച്ചാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ കളർ അടിക്കാതെ ഇട്ടാലും ഭയങ്കര വൃത്തികേടായിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ സെയിം സാധനം തന്നെ നമുക്കൊന്നും കൂടെ സെറ്റാക്കി എടുക്കാമെന്ന്. സത്യത്തിൽ നമ്മൾ ഇങ്ങനെ പെയിന്റ് ചെയ്യണമെന്നല്ല വിചാരിച്ചത്. ഇത് വേറൊരു പടം വരയ്ക്കാമെന്നായിരുന്നു ഓർത്തത്. പക്ഷെ ഇത് ഒരു രക്ഷയില്ല. കുറേ നേരം തൂത്ത് മായ്ച്ചളയെ നോക്കി, പക്ഷെ രക്ഷയില്ല. പെയിന്റ് ഇല്ല, വെള്ള പെയിന്റ്, വൈറ്റ് പെയിന്റ് തീർന്നു. പിന്നെ ബ്ലൂ ഇഷ്ടം ഇരിപ്പുണ്ട്. അപ്പം രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് എടുത്തതാണ്. പക്ഷെ ഇത് ഫാബ്രിക് കളറാണ്. അപ്പം ഇത് പോത്തില്ലായിരിക്കും. പിന്നെ കുറച്ചൊരു മെനകെട്ട പരിപാടിയാണ് ഈ സ്കിന്നിൽ ഇതുപോലെ പെയിന്റ് അടിക്കുന്നത്. കാരണം സ്കിന്നിനും ഓർണമെന്റ്സിലും ഈ സൈഡിലത്തെ ഡിസൈനിനും എല്ലാം ഒരേ കളർ തന്നെയാണ്. അപ്പോൾ ഫേസ് ഒക്കെ വരയ്ക്കുന്ന ആ അവിടുത്തെ സ്കിന്നിലും നമ്മൾ ആ കഴുത്തിട്ടേക്കുന്ന ഓർണമെന്റ്സിനും സെയിം കളറൊക്കെ കൊടുക്കുമ്പോഴത്തേക്കിനും അത് ഭയങ്കര ഒരു ബോറായിരിക്കും. നമുക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ എല്ലാത്തിനും, അതായത് ഒരു മാല എടുത്താൽ പോലും അതിനൊരു ഔട്ടർ ലൈൻ നമ്മൾ കറക്റ്റായിട്ട് നല്ല ഷാർപ്പായിട്ട് വരച്ചു കൊടുത്താൽ മാത്രമേ അതിന് അതിൻ്റെതായിട്ടൊരു ഭംഗിയുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യമാണ് ഈ പടത്തിൻ്റെ ഔട്ടർ ലൈൻ വരയ്ക്കാന്ന്. നമ്മൾ എങ്ങനെ വരച്ചാലും എങ്ങനെ പെയിന്റ് അടിച്ചെന്ന് പറഞ്ഞാലും ഈ ലാസ്റ്റ് ഔട്ടർ ലൈൻ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ആ പടത്തിന് ഏറ്റവും കൂടുതൽ പെർഫെക്ഷൻ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഔട്ടർ ലൈൻ വരയ്ക്കാന്ന് പറയുന്നത് നല്ല രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. പിന്നെ ഇതെന്നൊക്കെ പറഞ്ഞൊരു നൊസ്റ്റാൾജിയാണ്. കൊറോണ കാലത്ത് ലോക്ക്ഡൗണൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മളൊരു നേരം പോക്കിന് വേണ്ടിയിട്ട് വരച്ച പടങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായത്. ചീവീടായിട്ട് അതങ്ങനെ ആരുടെയും സൗണ്ടില്ലായിരുന്നു. അപ്പോൾ ചീവീടായിട്ട് അതിൻ്റെ സൗണ്ട്. നമ്മളിതിപ്പം ഇത്രയും കളർ അടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കണ്ട ഒരു ഭംഗിയാണ്. ഇതിന് ഫിനിഷിങ് കൊടുക്കണം. അതായത് ഈ ലൈൻസ് ഒക്കെ ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. സോ നമ്മൾ ഇത്രയും വരച്ചെടുത്തിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ഇന്നുകൊണ്ട് തീരുമായിരിക്കും, പറയാൻ പറ്റത്തില്ല. മഴയൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നാളെ രാവിലെ കൊണ്ട്
തീരും. നമുക്ക് നോക്കാം, മാക്സിമം ഇന്ന് വരച്ച് തീർക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ നമ്മുടെ പടം ഏകദേശം കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് തീർക്കുന്നില്ല, കാരണം ഇപ്പം തന്നെ സമയം 6 മണിയായി. നമ്മളിതൊരു 11 മണിക്ക് തുടങ്ങിയതാണ് വരയ്ക്കാൻ, കളർ അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി ബാക്ക്ഗ്രൗണ്ട് മറ്റേ നമ്മുടെ ബോർഡറൊക്കെ വരയ്ക്കാനുണ്ട്. അതും കൂടെ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ പടം ഏകദേശം സെറ്റ് ആകും. ഇപ്പം തന്നെ കുറേ സമയം എടുത്തു, മടുത്തു. അതുകൊണ്ട് ഇനി നാളെ ഉള്ളൂ, കാരണം ഇരുട്ടൊക്കെ ആയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിറ്റേ ദിവസമായിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി കുറച്ച് വരച്ചായിരുന്നു. അപ്പോൾ നമുക്കിത് ബാക്കിയും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു 3 ദിവസം എടുത്തിരുന്നു നമ്മളിത് വരയ്ക്കാൻ, ഒന്ന് റീപെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി നമ്മളിത് വരച്ചപ്പോൾ എടുത്തത് ഒരു 8 ദിവസം കണ്ടായിരുന്നു. വരച്ച് ഫുള്ള് പെയിൻ്റ് അടിച്ച് അത്രയും ഫിനിഷിങ് കൊടുത്തെടുത്ത ഒരു സംഭവമായിരുന്നു. പിന്നെ പോസ്റ്റർ കളർ ആയതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആ പേജിങ്ങിന് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പം ഫാബ്രിക് പെയിൻ്റ് ആണ്, അതുകൊണ്ട് ഇതിപ്പോൾ അങ്ങനെ തൊട്ടാലൊന്നും പോകത്തില്ലായിരിക്കും. സോ ഇതിനകത്ത് ഇനിയും കുറേ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇത്രയും കൂടെ നിർത്തുകയാണ്, കാരണം വീഡിയോ ഭയങ്കര ലെങ്ത് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ചാ.